പൂനൂർ പുഴ കരകവിഞ്ഞപ്പോൾ സമീപത്തെ നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കോണോട്ട് സ്വദേശി മുരളിയുടെ വീടും വെള്ളത്തിൽ മുങ്ങി. +2 വിദ്യാർത്ഥിയായ മകൾ ഹരിപ്രിയയുടെയും 7ാം ക്ലാസ്സുകാരനായ മകൻ ശ്രീഹരിയുടെയും എല്ലാ പുസ്തകങ്ങളും വെള്ളത്തിൽ നശിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. ബന്ധുവീട്ടിൽ കഴിയുന്ന മക്കൾ തിരിച്ചെത്തുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ആകെ വിഷമത്തിലായിരിക്കുകയാണ് മാതാപിതാക്കൾ. കോണോട്ട് സ്വദേശിയായ മുരളിയുടെ വീടാണ് ഈ കാണുന്നത്. ഈ വീട് ഏതാണ്ട് പകുതിയോളം ഭാഗം ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഈ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏതാണ്ട് മുഴുവൻ സാധനങ്ങളും വെള്ളത്തിൽ നശിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇത്രയും ലെവലിലൊക്കെ ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോയത്. ഇവരിപ്പോൾ വീട്ടിലേക്ക് വന്ന് വൃത്തിയാക്കുന്നതിനിടയിലാണ് ചില കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയത്. +2 വിദ്യാർത്ഥിനിയായ മകൾ ഹരിപ്രിയയുടെ മുഴുവൻ പുസ്തകങ്ങളും ഈ വെള്ളത്തിൽ നശിച്ചു പോയി എന്നുള്ളത് അവരെ ഏറെ സങ്കടപ്പെടുത്തി. ഇപ്പോൾ +2 എക്സാമൊക്കെ വരാനിരിക്കുകയാണ്, ഓണപരീക്ഷ വരാനിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇനി എന്ത് നോക്കി പഠിക്കുമെന്നുള്ളതൊക്കെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറെ ആശങ്കയായി നിലനിൽക്കുകയാണ്. എക്സാം തുടങ്ങാനായി. മോളും മോനൊക്കെ ടെൻഷനില്ല. എവിടേക്കാ മാറിയത്? ആ മാമൻ്റെ വീട്ടിൽ. മോള് എല്ലാം ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ പോയിട്ടുണ്ടല്ലേ? ഒരു സങ്കടത്തിലാണ് ഉള്ളത്. എല്ലാം നനഞ്ഞു പോയി. മക്കളുടെ പുസ്തകവും നനഞ്ഞു പോയി. കാര്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി വെച്ചിരുന്നായിരുന്നു. സാധാരണ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പ്രാവശ്യം എന്ത് പറ്റിയെന്നറിയില്ല. ഈ അളവിൽ വെള്ളം വരാറില്ല. 2018 ഇതിലും കൂടുതൽ വന്നിരുന്നു. അതൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്നതാ. അതിൽ ഞങ്ങൾക്കും കൺട്രോൾ പോയി. പിന്നെ ഞാനിത് തരം മാറ്റാൻ വേണ്ടി 2023 കൊടുത്തതാണ്. ഇതുവരെ ഒന്നും ആയി കിട്ടിയിട്ടുമില്ല. വില്ലേജിൽ പോയാൽ പറയും ഒന്നും ചെയ്യരുത്, തരം മാറിയിട്ട് എന്തെങ്കിലും ചെയ്തോളിന്ന്. വീടൊക്കെ വൃത്തിയാക്കിയോ? വീട് കഴുകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറി കിട്ടിയിട്ട് വേണം ഇനി തരമാറ്റാൻ കൊടുക്കുക. എന്നാലേ ഈ വീട് ഒന്ന് പുതുക്കി പണിയാനും അല്ലെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും പറ്റുള്ളൂ. പുസ്തകങ്ങൾ ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇത് കുട്ടിയുടെ ബാഗാണ്. ഈ ബാഗ് ഉൾപ്പെടെ മുഴുവനായി നനഞ്ഞു പോയി. ഇതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു, എല്ലാം നനഞ്ഞു പോയിട്ടുണ്ട്. മറ്റ് രേഖകൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ രേഖകളുണ്ട്, റേഷൻ കാർഡ് എല്ലാം നനഞ്ഞു പോയി. തൊട്ടപ്പുറത്ത് പൂനൂർ പുഴയുണ്ട്. ആ പുഴ കരകവിഞ്ഞതോടുകൂടിയാണ് ഇവരുടെ വീട്ടിലേക്കുൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറുകയും ഇത്തരത്തിൽ എല്ലാ സാധനങ്ങളും നശിച്ചു പോകുന്ന സ്ഥിതിയിലേക്കുൾപ്പെടെ കാര്യങ്ങൾ ചെന്നെത്തിയത്. സുരക്ഷിതമാണ് എന്ന് തോന്നിയ ഇടത്താണ് സാധനങ്ങളൊക്കെ വെച്ച് പോയിരുന്നത്. അതിന് മുകളിലേക്ക് വെള്ളം കയറില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ മഴ അദ്ദേഹത്തെയും ചതിച്ചു. ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം തന്നെ നശിച്ചു പോയി. പരീക്ഷയൊക്കെ വരുമ്പോൾ മനസ്സിൽ ആദ്യമാണ് അവർക്ക്. കയ്യിൽ കിട്ടിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പം നനഞ്ഞത് ഉണക്കിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഏതായാലും സാധനങ്ങളെല്ലാം നശിച്ചു പോയതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഈ കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.